പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട മക്കളെ, കോഴിക്കോട് മദർ ഓഫ് ഗോഡ് കത്തീഡ്രൽ ദേവാലയത്തിലെ അൾത്താരയിലെ അത്ഭുതങ്ങളുടെ അടയാളമായ പരിശുദ്ധ കുർബാന, കൂദാശകളുടെ കൂദാശയായ വിശുദ്ധ കുർബാന, ദിവ്യകാരുണ്യം ഈ ശുശ്രൂഷയിൽ നമ്മുടെ ഇടയിലേക്ക് എഴുന്നള്ളി വന്നിരിക്കുക. നിങ്ങളപേക്ഷിക്കുന്ന നിങ്ങളുടെ ഓരോ നിയോഗങ്ങളും, നിങ്ങളുടെ കണ്ണുനീരും, നിങ്ങളുടെ സങ്കടങ്ങളും, നിങ്ങൾക്ക് പരിഹരിക്കാനാവാത്ത പ്രശ്നങ്ങൾ പരിഹരിക്കാനും, നിങ്ങൾക്ക് പരിഹരിക്കാനാവാത്ത കുരുക്കുകളിൽ നിന്നും വിടുതൽ നൽകാനും ഇതാ ദിവ്യകാരുണ്യത്തിൽ ഈശോ എഴുന്നള്ളി വന്നിരിക്കുക. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളെ അനുഗ്രഹിക്കാൻ, നിങ്ങളെ ആശീർവദിക്കാൻ, നിങ്ങൾക്ക് വിമോചനം നൽകാൻ, നിങ്ങളുടെ പാപങ്ങൾ ബന്ധിക്കാൻ, നിങ്ങളുടെ ശാപങ്ങൾ ബന്ധിക്കാൻ, നിങ്ങളുടെ രോഗങ്ങളെ ബന്ധിക്കാൻ, ആഭിചാരങ്ങളിൽ നിന്നും, കൂടോത്തരങ്ങളിൽ നിന്നും, കണ്ണുവെക്കലുകളിൽ നിന്നും, സർപ്പദോഷങ്ങളിൽ നിന്നും, കൈവശങ്ങളിൽ നിന്നെല്ലാം നിങ്ങൾക്ക് വിടുതൽ നൽകാനുമാണ് ദിവ്യകാരുണ്യത്തിൽ ഈശോ എഴുന്നള്ളി വന്നിരിക്കുന്നത്. നിങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കും. വളരെ പ്രത്യേകം അവരുടെ വിദ്യാഭ്യാസ കാലഘട്ടം, പരീക്ഷകളൊക്കെ അടുത്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. പഠിക്കാൻ തടസ്സങ്ങൾ നേരിടുന്ന കുഞ്ഞുങ്ങളെ കർത്താവ് അനുഗ്രഹിക്കുന്നു. കർത്താവ് അവർക്ക് വിടുതൽ കൊടുക്കുന്നു. ചില വിഷയങ്ങളിലുള്ള കുഞ്ഞുങ്ങളുടെ ബുദ്ധിമുട്ടുകളെ ഈശോ പരിഹരിക്കുകയാണ്. നിങ്ങൾ കുഞ്ഞുങ്ങളെ ഈശോയ്ക്ക് സമർപ്പിച്ച് ഈശോയേ എന്ന് ദിവ്യകാരുണ്യത്തെ നോക്കി വിളിച്ചാൽ മതി. അത്ഭുതങ്ങളുടെ ദൈവമാണ് ഈ അത്ഭുത അൾത്താരയിൽ, ദൈവമാതാ കത്തീഡ്രൽ പള്ളിയിൽ 1498 സ്ഥാപിതമായ ഈ ദേവാലയ അൾത്താരയിൽ, ഈ ഭൂമിയിലെ ആദ്യത്തെ ഒരു രക്തം ഈശോയ്ക്ക് വേണ്ടി ചൊരിഞ്ഞ വ്യക്തികളിൽ ഒന്ന് പിയേത്രോ ദേ കോവിൽഖാമിൻ്റെ രക്തം വീണ ഭൂമിയാണ്. അദ്ദേഹത്തെ രക്തസാക്ഷിയായി സഭ പ്രഖ്യാപിക്കാൻ ആയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട മക്കളെ, ഈ ഭൂമിയിൽ നിങ്ങൾ എന്ത് പ്രാർത്ഥിച്ചാലും സാധിച്ചു കിട്ടും. കണ്ണുനീരോടെ ഈശോനെ വിളിച്ചാൽ മതി. സ്ഥലക്കച്ചവട തടസ്സങ്ങൾ, ബിസിനസ്സിൻ്റെ മേലുള്ള ബന്ധനങ്ങൾ, വിസയുടെ മേലുള്ള തടസ്സങ്ങൾ, കല്യാണങ്ങളുടെ മേലുള്ള തടസ്സങ്ങൾ, കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥകൾ, ജോലിയില്ലാത്ത അവസ്ഥകൾ, ജോലി സ്ഥലത്തെ പീഡകൾ, ജോലി സ്ഥലത്തെ കലഹങ്ങൾ, ജോലി സ്ഥലത്തുള്ള ബന്ധനങ്ങൾ, ശത്രുദോഷങ്ങൾ, പറമ്പിൻ്റെ ദോഷങ്ങൾ, വഴി തടസ്സങ്ങൾ, നിരന്തരമായ കോടതി വ്യവഹാരങ്ങൾ, അത് വിട്ടുമാറാത്ത അവസ്ഥകൾ, നിരന്തരമായ ചുമ, പ്രത്യേകിച്ച് ഇന്ന് ചുമയും കഫക്കെട്ടും എത്രയോ മക്കളെ പിടികൂടിയിരിക്കുന്നത്. ഒരു മകൻ ഒരമ്മയെ കൂട്ടിക്കൊണ്ട് വന്ന് എന്നിട്ട് പറഞ്ഞു, അച്ഛാ എൻ്റെ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവർക്ക് 5 വർഷമായി വിട്ടുമാറാത്ത ചുമയാ, ആ വിട്ടുമാറാത്ത കഫക്കെട്ട, കുത്തിയുള്ള ചുമയാ. യേശുവേ, ഇന്ന് അവിടുന്ന് സൗഖ്യം കൊടുക്കണം. അത് പിശാച് പീഡയാണ് അത്തരത്തിലുള്ളത്. മരുന്ന് കഴിച്ചിട്ട് മാറാത്ത രോഗപീഠകൾ, പൈശാചിക പീഡകളാണ്. യേശു നാമത്തിൽ അവ വിട്ടുമാറട്ടെ. അതോടൊപ്പം തന്നെ ഈ ദിവസങ്ങളിലൊക്കെ ആശുപത്രിയിലുള്ള മക്കൾ, ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്ക് സൗഖ്യം നേടുന്നവർ, ഒരു മകള് പറഞ്ഞത്, അച്ഛൻ എൻ്റെ കണ്ണിന് സൗഖ്യം കിട്ടാൻ പ്രാർത്ഥിക്കണം, എൻ്റെ ചെവിക്ക് സൗഖ്യം കിട്ടാൻ പ്രാർത്ഥിക്കണം, മൂക്കിന് സൗഖ്യം കിട്ടാൻ പ്രാർത്ഥിക്കണം, തലച്ചോറ് പൊട്ടിപ്പോകുന്നത് പോലുള്ള തലവേദന മാറാൻ വേണ്ടി പ്രാർത്ഥിക്കണം, മുട്ടുവേദന മാറാൻ പ്രാർത്ഥിക്കണം, കാലുവേദന മാറാൻ പ്രാർത്ഥിക്കണം, നട്ടെല്ലിൻ്റെ വേദന മാറാൻ പ്രാർത്ഥിക്കണം, വയറുവേദന മാറാൻ പ്രാർത്ഥിക്കണം. ഒരു മാഷ് ഇന്ന് കൊണ്ടുവന്ന് കുഞ്ഞ് ബോധം കെട്ട് വീഴുന്നു. അങ്ങനെ എത്രയോ പിള്ളേരാണ് പലപ്പോഴും നനച്ചിരിക്കാത്ത സമയത്ത് ബോധക്കേടുകൾ വരുന്നു. അത് ഡോക്ടർമാർക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അത്തരത്തിലുള്ള പൈശാചിക പീഡകളും ടെൻഷൻ രോഗങ്ങളും യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് വിട്ടുമാറട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾക്ക് വേണ്ടി, ഇതിൽ പങ്കെടുക്കുന്നവർക്ക് വേണ്ടി ഈ പള്ളിയിൽ അഖണ്ഡ ജപമാല, വിശുദ്ധ കുർബാന കഴിഞ്ഞാൽ പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപത്തിൻ്റെ മുമ്പിൽ ലീജിയൻ ഓഫ് മേരിയുടെയും ഹോളി സ്പിരിറ്റ് മിനിസ്ട്രിയുടെയും ശുശ്രൂഷകർ, ഈ ദേവാലയത്തിലുള്ള അംഗങ്ങൾ പരിശുദ്ധ അമ്മയുടെ അടുത്ത് വന്ന് സിസ്റ്റർമാരും മറ്റുള്ളവരും ദൈവത്തിനോട് പരിശുദ്ധ അമ്മയുടെ സഹായം തേടിക്കൊണ്ട് അഖണ്ഡ ജപമാല ചൊല്ലും. നിങ്ങൾ എഴുതി തന്നിരിക്കുന്ന
നിങ്ങൾ എഴുതിയിടുന്ന ഓരോ നിയോഗങ്ങൾ ഇന്ന് പരിശുദ്ധ അമ്മയുടെ അടുത്തുകൂടെ ഈശോയുടെ അടുത്ത് എത്തിക്കും മക്കളെ. അഖണ്ഡ ജപമാലയാണ് ഇന്നും നാളെയും. നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ് എന്ന് അച്ഛൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന വചനം എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 13-ാമത്തെ അധ്യായം 20-ാമത്തെ വചനമാണ്. വചനം ഇങ്ങനെ പറയാ: ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, പക്ഷികളെ എന്ന പോലെ മനുഷ്യരെ കുരുക്കിലാക്കുന്ന നിങ്ങളുടെ മന്ത്രച്ചരടുകൾക്ക് ഞാൻ എതിരാണ്. നമ്മളെ കുരുക്കിലാക്കുന്ന, നമ്മളെ ബന്ധിക്കുന്ന കൂടോത്രങ്ങൾ, കൈവശങ്ങൾ, സർപ്പദോഷങ്ങൾ, അന്യദൈവ ആരാധനകൾ, പൂജാവിധികൾ, അബദ്ധ സിദ്ധാന്തങ്ങൾ, അവയ്ക്കെല്ലാം ഞാൻ എതിരാണ്. അവ നിങ്ങളുടെ കരങ്ങളിൽ നിന്ന് ഞാൻ പൊട്ടിച്ചു കളയും. നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന്, നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ആ വേരുകൾ ഞാൻ പൊട്ടിച്ചു കളയും. നിങ്ങൾ വേട്ടയാടുന്ന മനുഷ്യരെ പക്ഷികളെ എന്ന പോലെ ഞാൻ സ്വതന്ത്രരാകും. പിശാച് വേട്ടയാടുന്ന മനുഷ്യരെ, പാപം വേട്ടയാടുന്ന മനുഷ്യരെ, ശാപങ്ങൾ വേട്ടയാടുന്ന മനുഷ്യരെ, രോഗങ്ങൾ വേട്ടയാടുന്ന മനുഷ്യരെ, കടങ്ങൾ വേട്ടയാടുന്ന മനുഷ്യരെ, തടസ്സങ്ങൾ വേട്ടയാടുന്ന മനുഷ്യരെ ഞാൻ സ്വതന്ത്രരാക്കും. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്, താങ്ക് യു ഗോഡ്. ദൈവമേ നന്ദി, ഈശോയെ നന്ദി. നമുക്ക് അത് വിശ്വസിച്ചുകൊണ്ട് ഈ ഡെലിവറൻസ് പ്രാർത്ഥനയിൽ പങ്കുചേരാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, ദുഷ്ടാരൂപികളെ, ദുഷ്ടശക്തികളെ, നാരിക ശത്രുക്കളെ, തിന്മയുടെ ആധിപത്യങ്ങളെ, നിങ്ങൾ ദുഷ്ടസംഘങ്ങളോ സമൂഹങ്ങളോ ആര് തന്നെ ആയിരുന്നാലും കർത്താവായ ഈശോ മിശിഹായുടെ നാമത്തിൽ ഈ വചനം കേൾക്കുന്ന, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളുടെ ജീവിതത്തിൽ നിന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ആ തിന്മയുടെ അരൂപികളെ ശാസിക്കുന്നു, ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു, ആട്ടിപ്പായിക്കുന്നു. ബന്ധനം അഴിയട്ടെ, കെട്ടുകൾ അഴിയട്ടെ. ദൈവത്തിൻ്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ടതും ദിവ്യ കുഞ്ഞാടിൻ്റെ വിലയേറിയ തിരുരക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതുമായ ഈ ദൈവജനത്തിൽ നിന്ന് സാത്താനെ പുറത്തു പോകാൻ നിന്നോട് കൽപ്പിക്കുന്നു. നാരകീയ ശക്തികളെ, അന്ധകാര സേനകളെ, ദുഷ്ടാത്മ സംഘങ്ങളെ, പൈശാചിക പീഡകളെ, തിന്മയുടെ അരൂപികളെ, നാശകരമായ ജീവികളെ, പ്രകൃതി വിരുദ്ധ ശക്തികളെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളെ വിടുവിക്കുന്നു, നിങ്ങളെ ബന്ധിക്കുന്നു, നിങ്ങളെ ശാസിക്കുന്നു, ആട്ടിപ്പായിക്കുന്നു. സ്തുതിച്ച മക്കളെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്ഭുതകരമായ ഡെലിവറൻസ് നടക്കട്ടെ. അത്ഭുതകരമായി പൈശാചിക ശക്തികൾ ഉച്ചാടനം ചെയ്യപ്പെട്ടു പോകട്ടെ. അത് ബന്ധിക്കപ്പെടട്ടെ, ശാസിക്കപ്പെടട്ടെ. ഈ ദൈവജനം സ്വതന്ത്രരാക്കപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട മക്കളെ, ഈ വചനം, ഈ പ്രാർത്ഥന 90 ദിവസങ്ങൾ നിയോഗം വെച്ച് രാവിലെയും വൈകുന്നേരം മുടങ്ങാതെ കിടക്കുന്നതിന് മുമ്പ് കൂടി ഒരിക്കൽ കൂടെ ഈ വചനം കേൾക്കാനായിട്ട് പരിശ്രമിക്കുക. ദൈവത്തിൻ്റെ ആത്മാവ്, കർത്താവിൻ്റെ ആത്മാവ് നിങ്ങളുടെ മേൽ എഴുന്നള്ളി വരും. നിങ്ങളുടെ നിയോഗങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടും. പ്രിയപ്പെട്ടവർ, നിങ്ങൾക്ക് ലഭിച്ച ആ അനുഗ്രഹങ്ങൾ സാധിക്കുമെങ്കിൽ യൂട്യൂബിൽ നിങ്ങളിതിൻ്റെ ലിങ്കിൽ എഴുതി അയക്കാനായിട്ട് പരിശ്രമിക്കുക. അല്ലാത്തവർ പോസ്റ്റ് വഴിയാണെങ്കിൽ അയച്ചാൽ മതി. മദർ ഓഫ് ഗോഡ് കത്തീഡ്രൽ, കോൺവെൻറ്റ് റോഡ്, കോഴിക്കോട് എന്നെഴുതിയാൽ മതി. മദർ ഓഫ് ഗോഡ് കത്തീഡ്രൽ, കോൺവെൻറ്റ് റോഡ്, കോഴിക്കോട് 32. അങ്ങനെ ഇട്ടാൽ നിങ്ങൾക്ക് ആ കത്ത് ഇവിടെ ലഭിക്കുന്നതാണ്. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.